ഇമാം ഔസാഇയോട് ഒരു ക്രൈസ്തവ പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കലുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിരുന്നോ? അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ നിങ്ങൾ പങ്കാളിയായിരുന്നോ എന്ന് ഇമാം ഔസാഇയോട് ഒരു ക്രൈസ്തവ പുരോഹിതൻ ചോദിക്കുന്നുണ്ട്. ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ പങ്കെടുത്തിരുന്നു. അത് കേട്ടപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞപ്പോ ആ ക്രൈസ്തവ പുരോഹിതൻ കരയാൻ തുടങ്ങി എന്നുള്ളതാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് മരിച്ചതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്, എല്ലാവരും മരണപ്പെട്ടു പോകും. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്. ക്രൈസ്തവരുടെ ഭാഷയാണ്. അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം അലിഞ്ഞു പോയല്ലോ, അത് അസ്തമിച്ചു പോയല്ലോ എന്നതാണ് എന്റെ പ്രയാസം എന്ന് ക്രൈസ്തവ പുരോഹിതൻ ഇമാം ഔസാഇയോട് പറഞ്ഞതായി ഇമാം ഔസാഇയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരോടും നല്ല ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. മതവിഭാഗങ്ങൾക്കിടയിൽ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഇടയിലെല്ലാം നല്ല ബന്ധമുണ്ടാവണം എന്നതാണ് ഈ ചരിത്രമെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയും. നമുക്ക്